നബിദിനം അത് ആഘോഷിക്കുന്നത് ശരിയല്ല, റസൂലിന്റെ കാലത്തില്ല. ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബിതിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടുമില്ല. ഇനി മുജാഹിദിന്റെ പള്ളിന്റെ അവിടെ എത്തുമ്പോൾ റാലിന്ന് മുജാഹിദിന്റെ പള്ളിക്ക് തുപ്പിയാലും ഇല്ലെങ്കിലും ശരി, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്നുള്ള പേരിൽ സ്പ്രിങ്ങിൽ ആടിയാലും ഇല്ലെങ്കിലും ശരി, നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ തന്നെ സമ്മതിച്ചിരിക്കുന്നു. എന്നിട്ടും വിധേയത്വമായി പോവുകയാണെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹ്കൻ സുഹ്കാ, ബഹുദൂരം മാറി നിൽക്കണം, നിങ്ങൾ എനിക്ക് കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ സ്വർഗത്തിലെ പ്രത്യേകമായ ഹൗലുൽ കൗസർ എന്ന പാനീയം നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, സമയം അധികരിച്ചതുകൊണ്ട് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഇബാറത്തുകൾ വായിക്കുന്നില്ല. ആവശ്യമായി വന്നാൽ പിന്നീടാവാം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. സത്യമായി